4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നടക്കും. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിന് വൈകിട്ട് 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ജമ്മു കശ്മീർ എന്നീ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. എന്തായാലും ഈ നിയമസഭകളുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിലാണ് ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് സെപ്റ്റംബർ 30-നകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. അതനുസരിച്ചാണ് ജമ്മു കശ്മീരിൽ തീയതി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 30-ന് മുമ്പായി തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ആകാംക്ഷയായി കാണുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തീയതി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. കൂടാതെ ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതിയും ഇതിനൊപ്പം തന്നെ പ്രഖ്യാപിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായും നോക്കുന്നൊരു കാര്യം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമായിരുന്നു. അവിടെ 2 മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വയനാടിൻ്റെ ലോക്സഭാ അംഗത്വം അവിടെ നിന്ന് രാജിവെക്കുകയായിരുന്നു. തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. പാലക്കാടും തന്നെ ചേലക്കരയും അവിടുത്തെ MLA-മാരായിരുന്ന K. രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാർലമെന്റ് അംഗം അതിനെ തുടർന്നാണ് അവിടെ വീണ്ടും ഒഴിവ് വന്നിരിക്കുന്നത്. തുടർന്നാണ് അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. എന്തായാലും ഈ 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്, ആകാംക്ഷയോടെ കാണുന്നത്. എന്തായാലും ആ ഒരു കാര്യമാണ് പ്രധാനമായും ഉള്ളത്. എന്തായാലും 4 സംസ്ഥാനങ്ങളിലെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. മഹാരാഷ്ട്രയിൽ നവംബർ 26-ന് നിയമസഭയുടെ കാലാവധി അവസാനിക്കും. ഹരിയാനയിൽ നവംബർ 3 വരെയാണ് നിയമസഭയുടെ കാലാവധി ഉള്ളത്. ജാർഖണ്ഡിൽ നിയമസഭയുടെ കാലാവധി 2025 ജനുവരിയിലാണ് അവസാനിക്കുക. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അതേ തുടർന്നാണ് പുതിയ തീയതി പ്രഖ്യാപിക്കുന്നത്. അതേസമയം ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. 2014-ലാണ് അവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. തുടർന്ന് കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നു. പിന്നീടാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മു കശ്മീർ വരുന്നത്. എന്തായാലും സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിരുന്നു സെപ്റ്റംബർ 30-ന് മുമ്പായി തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു കാര്യത്തിൽ. അതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായൊരു പ്രഖ്യാപനം വരുന്നതെന്നാണ് സൂചന. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾ കാണുക. ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ജമ്മു കശ്മീർ എന്നീ 4 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആതിര. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നടക്കും. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും.